ഈ റോഡ് കേരള ബോർഡറിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. നമുക്കിതാ സേഫ്. വേണ്ട സാറിപ്പോൾ കുടിക്കത്തേ ഇല്ല? ഇല്ല. ഞാൻ ഡെയിലി 4 എണ്ണം കയറും. നമ്മളിത്തിരി മിനിങ്ങിക്കൊണ്ട് ചെല്ലുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു രസമാ. ആ ഹരം ഒന്ന് മനസ്സിലായാ പിന്നെ സാറും വിടുകയല്ല. താനാ കൈയൊന്നെടുത്ത്. ആ ഒരു കൈയല്ലേ സാറ്, അത് ചുമ്മാ അവിടെ ഇരുന്നോട്ടെ. അത് ചുമ്മാതെ അവിടെ ഇരിക്കാത്തോണ്ടാ പറയണേ. എടുക്കണോ കൈ? എടാ ഫ്രാൻസിസേ, വണ്ടി നിർത്തി. എടാ സാറിന് ഏതാണ്ട് വേനക്കേട് പോലെ. ബുദ്ധിമുട്ടാണേ, ഇറങ്ങിയേ. ഇറങ്ങാം. അവിടെ നിക്ക്, നീ ഇതിലെ വാ. എടാ സാറിനെ കൈ വെക്കുന്നൊന്ന് പഠിപ്പിച്ചു കൊടുത്തേ. മലയാളി സ്നേഹം പറഞ്ഞോണ്ട് വന്ന ചെത്ത്. എടാ എന്റെ വണ്ടി നിർത്താ. എടാ ശവം. ഒരു വീടാണെന്ന് തോന്നുന്നു. വാ നമുക്ക് പോയി നോക്കാം. ഭാഗ്യം, മനുഷ്യരാരുമില്ല. ഈ യാത്രയിൽ ഒന്നെനിക്ക് മനസ്സിലായി. ആകാശത്തിന് കീഴിൽ ഭയപ്പെടേണ്ട ഒരേ ഒരു മൃഗം മനുഷ്യൻ മാത്രമാണ്. എന്തോ മനസ്സ് പറയുന്നു എല്ലാം തീർന്നു. ഇനി വൈകാതെ നീ നിന്റെ വീട്ടിലെത്തും. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്ന് നിനക്കൊരു പുതിയ ജന്മം. നിന്റെ അനിയൻ, പാട്ടി, അമ്മ. നിന്റെ മറന്നുപോയ ചിരി ഇനി മായാതെ ഈ മുഖത്തുണ്ടാവണം. എന്റെ പേടിയൊക്കെ മാറി. എനിക്ക് വിശ്വാസമുണ്ട് എനിക്കെല്ലാം തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ എന്നെക്കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖിക്കാൻ പാടുള്ളൂന്നുണ്ടോ?
എല്ലാം മറക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടും. നിന്റെ അമ്മയുടെ കൈകളിലേക്ക് നീ ഓടിച്ചെല്ലുന്നതോടെ ഞാൻ പിന്മാറും. ഗൗരി, തിരിഞ്ഞു നോക്കരുത്. ഇല്ല, എനിക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞില്ലേ പുതിയ ജന്മം. എനിക്ക് തനിച്ചത് വേണ്ട, അവിടെ ഉണ്ടാവണം എന്നും. ഇല്ലാന്ന് പറഞ്ഞ എനിക്ക് ബന്ധപ്പെട്ട് എവിടെ എത്തും വേണ്ട. എന്താ ഗൗരി ഇത്? വെറുതെ അബദ്ധം. പക്ഷേ ഇതെന്റെ കഴുത്ത് കെട്ടുമ്പോ മനസ്സിൽ ഞാൻ അമ്മയുടെ കാല് തൊട്ട് അനുവാദം വാങ്ങുമായിരുന്നു. കൊട്ടും കുരവയും മംഗള ശ്ലോകങ്ങളും ഞാൻ കേട്ടു. അതിനുശേഷം മാത്രമാണ് ഞാൻ മോഹിക്കാൻ തുടങ്ങിയത്. നോക്കൂ ഗൗരി, അത് ആ താലി നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ കണ്ടെത്തിയ ഒരു വഴി മാത്രമാണ്. ഇങ്ങ് കാണിക്കാൻ ഞാൻ അയച്ചു തരാം. ഇല്ല, അത് പാടില്ല. രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറഞ്ഞില്ല, അത് സത്യമാണ്. ആ വിശ്വാസത്തോടെയാണ് ഒരു പെൺകുട്ടി ഇത് കെട്ടാൻ നിന്ന് കൊടുക്കുന്നതും. ഒരിക്കൽ കെട്ടിയ പിന്നെ അഴിയരുതെന്നായിരിക്കും അവളുടെ പ്രാർത്ഥന. എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് രണ്ടുപേർ കൂടി ഒരു ജീവിതമാവണം. ഒരാൾക്ക് മാത്രമായിട്ടാണെങ്കിൽ അത് വേണ്ട. കൊന്നോട്ടെ ആരെങ്കിലും, മരിക്കാൻ ഞാൻ തയ്യാറാ. ഗൗരി, നിനക്കിപ്പോ വേണ്ടത് നല്ലൊരു ഉറക്കമാണ്. ചെല്ലേ, ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പൊ തോന്നുന്നുണ്ടോ ഈ പെണ്ണിനെ രക്ഷിച്ചു കൊണ്ടുവരണ്ടായിരുന്നു എന്ന്? പക്ഷെ എന്താ ചെയ്യാ, ഗൗരി വിശ്വനാഥന്റെ കൂടെ ചേരാനാ പിറന്നത്. പുരാണമൊന്നും അറിയില്ലാച്ചാല് ഞാൻ പറഞ്ഞുതരാട്ടോ ഒരിക്കലേ. പന്ന കഴിവേറടാ മോൻ. അവൻ എവിടെ ചെന്ന് പറ്റിയാലും ഞാൻ വിടുകയല്ലോ. കുത്തി പണ്ടം ഞാൻ എടുക്കും. ഛേ, വണ്ടി വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞവനെയും കാണുന്നില്ല.
റോട്ടിൽ മാറാ പട്ടി. ആരാടാ നീ? ഇത് ഞാനാ, തങ്കച്ചൻ. എന്നെ മനസ്സിലായില്ലേ? രാമസ്വാമി ഗൗഡറുടെ ഡ്രൈവർ ആയിരുന്നു. ആ, നമ്മള് ബാംഗ്ലൂർ വെച്ചപ്പോ. താനെന്താ ഇവിടെ? ആ, നിങ്ങൾ ആ വിശ്വാസനെ തപ്പി ഇറങ്ങിയതല്ലേ? എനിക്കറിയാം. അവനിതേ എന്റെ വണ്ടിയും കൊണ്ട് ഈ റൂട്ടിലാ പോയിരിക്കുന്നത്. നായർ சார், அவன் இந்த வழிக்கு தான் போயிருக்கான்னு இவன் சொல்றாரு. சரி, அவனையும் வண்டி ஏற சொல்லு. சரி சார். അതാനും കയറാം. ആ, ഞാൻ കയറാം. പക്ഷെ അവന്റെ ചങ്ക് പൊളിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്കണം. കേറണോ?